അതെ, എല്ലാരും എന്നാ പറയണോ? മഴയൊക്കെ അല്ലേ? ഇവിടെ അതെ കേട്ടോ, 2 ദിവസമായിട്ട് തൊരാത്ത മഴയാ. പ്രളയം ഒന്നും ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ ചെറിയ മഴയൊക്കെ ഉള്ളെങ്കിൽ മഴ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് മഴ നനയാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഒട്ടും മടിക്കാതെ മഴക്കോട്ട് വിട്ട് ഇറങ്ങിയേക്കോ ഞങ്ങള് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്നത്തെ പ്രോഗ്രാം എന്നാണെന്നറിയാമോ? മാങ്ങ പറിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ ദൈവം, ഈ മഴയത്ത് തോട്ടിയൊക്കെ കെട്ടി മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ചെറുപ്പകാലം ഓർമ്മ വന്നേ. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ മാവുണ്ടായിരുന്നേ. അപ്പോൾ വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് കൂടൊക്കെ ആയിട്ട് മാങ്ങാപ്പഴം പറിക്കാൻ പോവും. പറിക്കാൻ എന്നല്ല, പറക്കാൻ പോവും. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവൂല്ലേ? ഇപ്പം ആ കാലമൊക്കെ ആർക്കെ ഉള്ളേ? ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നായാലും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ആ മാവ് ഒരുക്കിയെന്ന് പറയാം. അതുപോലെ ഞങ്ങൾ മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ ഇന്നത്തെ കളക്ഷൻസ് മുഴുവനെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് തൊട്ടിപ്പുറത്തൊരു പ്ലാവ് വെക്കേണ്ടത്. എന്നാൽ പിന്നെ പുഴുങ്ങിയേക്കാന്ന് ഓർത്തുകൊണ്ട് ചക്ക ഇട്ടതാണ്. ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നല്ലൊരു കോഴിച്ചക്കപ്പഴം ഉണ്ടായിരുന്നു. ഒട്ടും താമസിച്ചില്ല, അവിടെ ഇരുന്ന് തന്നെ അത് പൊളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ആ പഴം അകത്താക്കി. ഇതൊരു പ്രത്യേക ഫീലാണല്ലേ? പ്ലാവിൽ നിന്ന് നേരിട്ടൊരു ചക്ക പഴം കിട്ടുക, അത് പൊളിച്ച് എല്ലാവരും കൂടി വശത്താക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നായാലും ആളാമീതം എല്ലാവരും ചക്കപ്പഴമൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പറമ്പിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എന്നാ കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നാരച്ചക്കയാണേ. അത് പഴുത്തതും പഴുക്കാത്തതുമായിട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പറമ്പിൽ എല്ലാം ഇല്ലാത്ത സപ്പോട്ടയുണ്ട്, മാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പലതരത്തിലുള്ള മാങ്ങയുണ്ട്, പ്ലാവുണ്ട്. പിന്നെ ഇത് ഞാൻ പറക്കിക്കൊണ്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടംപുളിയാണ് കേട്ടോ. അതിങ്ങനെ ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ ചീഞ്ഞു പോയി. നല്ലത് നോക്കി കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ചുമ്മാ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് പുളിക്കൊക്കെ ഇപ്പം എന്നാ വില അല്ലേ? കടയിൽ നിന്ന് മേടിക്കുകയല്ലേ സാധാരണ ചെയ്യണത്. ഇവിടെയാണെങ്കിൽ ആർക്കും വേണ്ടാതെ പോകുന്നു. ഇനിയിപ്പോൾ കണ്ണൂരത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണോ എന്ന് അറിയാൻ പാടില്ല. എല്ലാത്തിലും നല്ലതായിട്ട് സാധനങ്ങളുണ്ട് കേട്ടോ. രാവിലെ പോയിട്ടൊരു 3 മണിയൊക്കെ ആയി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ പറിച്ചെടുത്തോണ്ട് വന്ന മാങ്ങ. മമ്മിമാരെല്ലാവരും കൂടി ഇരുന്നിട്ട് അതിനകത്ത് പൊട്ടിയതും ചതഞ്ഞതും ഒക്കെ മാറ്റി നല്ലതൊക്കെ മാറ്റി തിരിച്ചുകൊണ്ടിരിക്കുക. പപ്പയാണെങ്കിൽ അപ്പുറത്ത് പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. പഴുത്തതൊക്കെ ചെത്തി തിന്നാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇനി ഇതെല്ലാം കുറേ അച്ചാറിട്ട് എല്ലാം സെറ്റാക്കി കുറച്ച് നമുക്ക് കൊണ്ടുപോകാൻ ചെയ്യാലോ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.